ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗോപിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ഗോപിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കോളിഫ്ലവർ 750 ഗ്രാം, സവാള 2 എണ്ണം വലുത്, ക്യാപ്സിക്കം ഒന്ന്, വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടീസ്പൂണ്, പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂണ്, കോൺഫ്ലവർ 5 ടേബിൾ സ്പൂണ്, മൈദ 2 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, ഒരു മുട്ട, ടൊമാറ്റോ സോസ് 6 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 3 ടീസ്പൂൺ, ആവശ്യത്തിന് ഓയിൽ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കണം. അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ വെന്തിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് ആയാൽ മതി, നന്നായി വേവാൻ പാടില്ല. അത് ഹാഫ് വേവ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റണം. ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മസാല വരട്ടാം. ഒരു ബൗളിലേക്ക് നമുക്ക് കോൺഫ്ലവർ എടുക്കാം. മൈദ ഇടാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ 1/2 ടീസ്പൂണ് മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ഒരുപാട് ഇടണ്ട. നേരത്തെ കോളിഫ്ലവർ നമ്മൾ വേവിക്കുന്നതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. അതിലേക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ചെടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കണം. ഏകദേശം ഈ തിക്നെസ്സിൽ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആ കോളിഫ്ലവർ മിക്സ് ചെയ്യാം. കോളിഫ്ലവർ ചേർക്കാൻ പോവാണ്. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് കോളിഫ്ലവർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇടുക. ചില്ലി പേസ്റ്റും ഇട്ട് കൊടുക്കുക. അതിലേക്ക് സവാള കട്ട് ചെയ്തത് സ്ക്വയർ ടൈപ്പിൽ സവാള കട്ട് ചെയ്യണം. അത്യാവശ്യം കനത്തോട് കൂടിയിട്ട് അത് ഇട്ട് വഴറ്റാം.
ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാം. സവാള ഒരുപാട് കുക്കാവാൻ പാടില്ല, ഹാഫ് വേവ് ആവാൻ പാടുള്ളൂ. ഒന്ന് മൂത്ത കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ടിട്ട് വഴറ്റാം. ക്യാപ്സിക്കം സ്ക്വയർ ടൈപ്പിൽ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോവും. ഇത് റെഡി ആയിട്ടുണ്ട്. അധികം വേവണ്ട, ഹാഫ് വേവ് മതി. ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർക്കാം. സോസ് ചേർക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഗ്രേവി റെഡി ആയിട്ട് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ വറുത്തത് ചേർക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് വറുത്തെടുക്കാം. കോളിഫ്ലവർ ഇടണ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. നമ്മളുടെ കോളിഫ്ലവർ ഫുള്ളും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ഇടാം. കോളിഫ്ലവർ വറുത്തെടുത്തത് ഈ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്യാണ്. നമ്മുടെ കോളിഫ്ലവറും ഗ്രേവിയും കൂടിയിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യാം. നമ്മളുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചില്ലി ഗോബി ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.